ഹായ്, ഞാൻ ഡോക്ടർ അനു തോമസ്, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്. ബേൺ ഔട്ട് ആവുക എന്ന് കേട്ടിട്ടുണ്ടോ? ബേൺ ഔട്ട് എന്നത് ഒരു പൊട്ടിയ മൊബൈൽ ചാർജർ വെച്ച് ഫോൺ ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയാണ്. എത്ര നേരം പ്ലഗ് ചെയ്തിട്ടാലും ചാർജ് ആവില്ല. മിക്കവാറും ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ്. എല്ലാ എനർജിയും ഡ്രെയിൻഡ് ഔട്ടായി ഒരു കോഫിയോ ടീയോ കുടിച്ചാൽ പോലും റിവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. ബ്രോഡായി പറഞ്ഞാൽ 5 കാര്യങ്ങളാണ് ഇതിലുണ്ടാവുക. 1. എക്സസീവ് ആയിട്ടുള്ള ഫിസിക്കൽ എക്സോഷൻ. ഉറങ്ങി എണീറ്റാൽ പോലും അതിഭയങ്കരമായ ടയേർഡ്നെസ് അനുഭവപ്പെടുക. 2. ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്. മുൻപ് കെയർ ചെയ്തിരുന്ന കാര്യങ്ങളോട് ഒരു ഐ കാണ്ട് അല്ലെങ്കിൽ ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. 3. ഡ്രോപ്പ് ഇൻ പെർഫോമൻസ്. നേരത്തെ ഈസിയായി ഫാസ്റ്റായി ചെയ്തിരുന്ന ടാസ്കുകളൊക്കെ പ്രയാസമായിട്ട് തോന്നുക, അവയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക. 4. സിനിസിസം അല്ലെങ്കിൽ നെഗറ്റിവിറ്റി. എന്തിനോടും മനസ്സിലൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക. 5. ഫിസിക്കൽ സിംറ്റംസ്. ചിലർക്ക് ചില ഫിസിക്കൽ സിംറ്റംസും ഇതിന്റെ ഭാഗമായി ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഫ്രീക്വന്റ് ആയുള്ള ഹെഡേക്സ്, ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, മസിൽ പെയിൻ ഒക്കെ. നമ്മൾ വർക്ക് പ്ലേസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ബേൺ ഔട്ട് ആയി കഴിഞ്ഞാൽ പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേൺ ഔട്ട് പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ടേക്ക് ബ്രേക്സ്. കുറച്ചു നേരം വർക്ക് ഒഴിവാക്കി റീചാർജ് ചെയ്യുക. ഒരു സീരീസ് കാണുകയോ നാപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. 2. സെറ്റ് ബൗണ്ടറീസ്. എല്ലാവരോടും എന്തിനോടും യെസ് പറയാതിരിക്കുക. നോ പറയേണ്ടിടത്ത് നോ പറയുക. 3. സീക്ക് സപ്പോർട്ട്. ഒരു മെന്ററിനോടോ ഫ്രണ്ടിനോടോ തെറാപ്പിസ്റ്റിനോടോ ഫീലിങ്സ് ഷെയർ ചെയ്യുക. 4. എക്സസൈസ് ആൻഡ് സ്ലീപ്പ്. രണ്ടും ആവശ്യത്തിനുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 5. മൈൻഡ്ഫുൾനെസ് ആൻഡ് റിലാക്സേഷൻ. റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഡീപ് ബ്രീതിങ്, മെഡിറ്റേഷൻ, കളറിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. 6. റീഡിഫൈൻ യുവർ വർക്ക് ലോഡ്. ടാസ്കുകളെ പ്രയോറിറ്റൈസ് ചെയ്യുക. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കുകളെ ബ്രേക്ക് ചെയ്ത് മാനേജബിൾ ആയിട്ടുള്ള ചെറിയ ടാസ്കുകളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഓവർവെൽമിംഗ് ആയി തോന്നില്ല. ആവശ്യമില്ലാത്ത ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് പകരം കഴിവതും പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 7. വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടായിരിക്കുക. പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ്സിൻ്റെ ഇടയിൽ ഫേം ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. വീട്ടിലായിരിക്കുമ്പോൾ ഇഷ്ടമുള്ള ഹോബീസും ഫാമിലി ആക്ടിവിറ്റീസും ഒക്കെ ചെയ്ത് റിലാക്സ് ചെയ്യും. ലാസ്റ്റ്ലി, കരിയറിൽ ഉണ്ടാകുന്ന സ്റ്റാഗ്നേഷൻ കാരണം ചിലപ്പോൾ ബേൺ ഔട്ട് സംഭവിക്കാം. അത് ഒഴിവാക്കാനായിട്ട് പുതിയ സ്കിൽസ് പഠിക്കാം. കരിയറിനോടുള്ള പാഷൻ നിലനിർത്താനായിട്ട് പ്രൊഫഷണലി അപ്ഡേറ്റഡ് ആയിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഷോർട്ടായി പറയുകയാണെങ്കിൽ ബേൺ ഔട്ടിന്റെ മാനേജ്മെന്റിന് മൾട്ടി ഫെസറ്റഡ് അപ്രോച്ചാണ് ആവശ്യം. അതായത് പേഴ്സണൽ റിഫ്ലക്ഷൻ വേണം, പ്രൊഫഷണൽ ബൗണ്ടറീസ് നിലനിർത്തണം, പിന്നെ ആവശ്യമാണെങ്കിൽ ഹെൽപ്പും സപ്പോർട്ടും ചോദിക്കുകയും വേണം. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു സീക്ക് ഹെൽപ്പ്. താങ്ക് യു.